dear students. Today, we gathered here to celebrate the Teachers' Day. Teachers are absolutely the backbone of the society. They play a massive role in building and molding the entire character of people. Teachers On the occasion of this Teachers' Day, just one sentence from what our previous president already said, Sri Sarojini Radhakrishnan sir, that a teacher is like a flowing river and not a stagnant water. ചില കൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞു. വായിക്കുകയും എഴുതുകയും ലോകകാര്യങ്ങൾ മനസ്സിലാക്കുകയും മാറ്റേണ്ടത് മാറ്റുകയും പുതിയത് ഉൾക്കൊള്ളുന്നതുവഴി എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യാപക ദിനാഘോഷ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. I wish all my teachers a very happy Teachers' Day. Also, owe my heart in respect to all the teachers who taught me and made me able to stand with confidence here. Teachers are like guiding lights in our life. This day is the occasion to think about the huge impact. കഠിനാധ്വാനവും വിശാല മനസ്കതയും അധ്യാപകർക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ അധ്യാപകനും മികച്ച രാജ്യതന്ത്രജ്ഞനും നമ്മുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. Let me wish all the teachers a very happy Teachers' Day. Thank you very much. Fourth question: what is the name of special dish offered to teachers as a sign of respect? Guru Prasad was the guru of Pandavas in Mahabharata. Who? What correct answer? No, not that yet. Guru Prasad. Guru Padame Atma Chaitanyame Marini Tedikkename Niradipame Sneha Saundaryame Kootai Vannidane. സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആ സമൂഹത്തിന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് അളവുകോൽ. കാരണം നല്ല വിദ്യാഭ്യാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആചാര്യൻ പാദമാദത്തം പാദം ശിഷ്യസമേത പാദം സൽ ബ്രഹ്മചാരിക്ക ശേഷം കാലക്രമേത എന്നാണ് പറയുന്നത്. അതായത് മാതാപിതാ ഗുരു ദൈവം 4 എണ്ണമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം അമ്മ, അച്ഛൻ, ഗുരു. ടീച്ചേഴ്സിന് എല്ലാവിധ ടീച്ചേഴ്സ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരു രാജ്യത്തെ അഴിമതിരഹിതവും കഴിവുള്ള മനസ്സിലുള്ളവരുമായി തീർക്കുന്നതിന് 3 വിഭാഗങ്ങൾ മാത്രമേ കഴിയുള്ളൂ. അതിൽ ഒന്ന് അമ്മ, അച്ഛൻ, അധ്യാപകർ. 3 പേരാണ് ഉള്ളത്. India to host the second international conference on green hydrogen from September 11 to 13.
को धन्यवाद देना मेरा कर्तव्य है। मैं इस स्कूल के बारे में अपनी ओर से अपनी विद्यार्थियों को उपस्थित सभी दर्शकों के लिए, मंच पर उपस्थित सभी व्यक्तियों के लिए मैं धन्यवाद देना